ആലപ്പുഴയിലെ ബിന്ദു പത്മനാഭനും ഏറ്റുമാനൂരിലെ ജൈനമ്മയ്ക്കും പിന്നാലെ കേട്ട പേരാണ് ചേർത്തല സ്വദേശിനി ഐഷ. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്ന ഈ മൂന്ന് സ്ത്രീകളുടെ തിരോധാനം 6 വർഷത്തെ ഇടവേളകളിലായിരുന്നു. പണത്തിനും സ്വത്തിനും വേണ്ടി സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന സെബാസ്റ്റ്യനെക്കുറിച്ചും അയാളുടെ സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ ആളാണ് പെൺസുഹൃത്തായിരുന്ന റോസമ്മ. സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് ഭൂവുടമയായ റോസമ്മയെ സെബാസ്റ്റ്യൻ ആദ്യം പരിചയപ്പെട്ടത്. പിന്നീട് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി. കുറച്ച് നാളുകൾക്കുള്ളിൽ വിവാഹ അഭ്യർത്ഥനയും നടത്തി. ഇതിനിടെയാണ് ഐഷയുടെ കടന്നുവരവും തിരോധാനവും. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായും സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ പോയ ദിവസമാണ് ഐഷയെ കാണാതായതെന്നും റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ബിന്ദു പത്മനാഭൻ, 2012 ഐഷ, 2024 ഡിസംബറിൽ ജൈനമ്മ. പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യന് വാർനാട് ഐഷ തിരോധാന കേസിലും നിർണായക പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഐഷയും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മ. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഐഷയെ കാണാതാകുന്നത് 4 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിനായി തീരുമാനിച്ചതിന്റെ തലേ ദിവസം. സെബാസ്റ്റ്യന്റെ കയ്യിലുണ്ടായിരുന്ന തന്റെ പണം തിരികെ വാങ്ങാൻ പോയ ഐഷയെ പിന്നെ ആരും കണ്ടിട്ടില്ല. അതിന് പോകാം പിന്നെ കണ്ടിട്ടില്ല. വന്ന് തന്നെ 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാനൊരു വന്നപ്പോൾ തൊട്ടൊരു 5-8 പ്രാവശ്യം എല്ലാം തിരിച്ചു വിളിച്ചു, എടുത്തില്ല. പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നു, ഫോൺ എടുത്തില്ല. സ്ഥലം വാങ്ങാൻ വായ്പയെടുത്തും ചിട്ടിപിടിച്ചും ഐഷ കണ്ടെത്തിയ തുക മുഴുവൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് കാണാതായ ശേഷം മക്കൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കാണാതാകുന്നതിന് മുൻപ് ഐഷയും സെബാസ്റ്റ്യനും ഒരു ദിവസം മുഴുവൻ തന്റെ വീട്ടിലുണ്ടായിരുന്നു. തന്റെ അനുമതിയില്ലാതെ JCB കൊണ്ട് പുതുതായി വാങ്ങിയ പുരയിടം അവർ തെളിച്ചു. സ്ത്രീകളെ സ്നേഹം നടിച്ച് വലയിലാക്കുന്നയാളാണ് സെബാസ്റ്റ്യൻ. പണം ചോദിക്കാൻ പോയ ഐഷയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും. താൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്. കാണാതായ ദിവസവും ശേഷവും പലതവണ ഐഷയുടെ ഫോണിൽ നിന്നും കോളുകൾ വന്നു. എടുത്താൽ സംസാരിക്കുകയില്ല, തിരിച്ചു വിളിച്ചാലും അങ്ങനെ തന്നെ. ഐഷയുടെ കോളാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു. അവർ നോക്കുകയും ചെയ്തു. ചേർത്തല പോലീസ് സ്റ്റേഷനായിരുന്നു. അതെ അതെ, അവരത് അന്വേഷിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതിന് മറുപടി കിട്ടുകയല്ലോ. സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് ഭൂവുടമയായ റോസമ്മയെ സെബാസ്റ്റ്യൻ ആദ്യം സമീപിക്കുന്നത്. പിന്നീട് സൗഹൃദത്തിലാക്കി വിവാഹാഭ്യർത്ഥന നടത്തി. ഇതിനിടെയാണ് ഐഷയുടെ കടന്നുവരവും തിരോധാനവും. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന് ശേഷമാണ് റോസമ്മയുമായി അടുപ്പത്തിലാകുന്നത്. ബിന്ദു എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. JCB ഉപയോഗിച്ച് തന്റെ പറമ്പ് സെബാസ്റ്റ്യൻ വൃത്തിയാക്കി എന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന സൂചനകൾക്ക് ബലം നൽകുന്നതാണ് വെളിപ്പെടുത്തലുകൾ ഓരോന്നും. സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഐഷ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. കാണാതാകുന്നതിന് തൊട്ടു മുമ്പ് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഐഷ. ആ ഒരു പോക്കാണ് പിന്നീട് അവരുടെ തിരോധാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ അതിനകത്ത് കൃത്യമായി പങ്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും സംശയിക്കുന്നത്. ചേർത്തല ശാസ്തൻ കവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.